ആരേ റെസ്റ്റോറന്റ് ഇൻചാർജ് എന്ത് പറ്റി? നിങ്ങൾ എന്താളാ ഒരു ഉത്തരവാദിത്തമില്ലേ? ഒരു ഫുഡ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് ഇങ്ങനെയാണ്. ഒരു പ്രോപ്പറായിട്ട് അത് ശ്രദ്ധിച്ചൂടെ? അതിൽ കാശ് എടുത്ത് മേടിക്കണതല്ലേ? സാർ ഇത് എന്താന്നുള്ള അറിയില്ല. ഒരു ഈ ബിരിയാണി ആരാ പാക്ക് ചെയ്തത്? അത് ഞാനാണ് പാക്ക് ചെയ്തത്. നിങ്ങൾക്ക് വല്ല ഉത്തരവാദിത്തം ഉണ്ടോ? ഞാൻ കറക്റ്റായിട്ട് മാസം ശമ്പളം എണ്ണി തരുന്നതല്ലേ. അപ്പൊ അതിനുള്ള ജോലിക്കുള്ള കറക്റ്റ് പണിയെടുത്താൽ എന്താ? ഇത് നോക്കി നോക്ക്, ഇതെന്ത് പാക്കായി ചെയ്തിട്ടുള്ളത്? വൃത്തിയായിട്ട് പാക്ക് ചെയ്തിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ നന്നായിട്ട് പാക്ക് ചെയ്ത് കൊടുത്തതാണ്. എന്തോ കണ്ടെയ്നറിന്റെ എന്തോ പ്രശ്നമാണ് തോന്നുന്നു. എന്താ ചെയ്യുന്നത് സാറേ? അത് ഈ കണ്ടെയ്നറിന്റെ ചെറിയൊരു പ്രശ്നമാണ്. ഞങ്ങൾക്ക് വേറെ ഒന്ന് പാക്ക് ചെയ്ത് തരാം. വയസ്സായി കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് ഒതുങ്ങി വീട്ടിലിരിക്കണം, അല്ലാണ്ട് ബാക്കിയുള്ളവരെ ബുദ്ധിമുട്ടിക്കലോ വല്ലക്കം. എടി, ഇവരാട്ടും തുമ്പും കേട്ടിട്ട് എനിക്കിവിടെ നിൽക്കാൻ പോയി കേട്ടോ. കാരണം ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടിലാകും. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് വരുവാണ്. നമ്മളെ മോളെ ഒക്കെ എങ്ങനെയാണ് കെട്ടിച്ച് വിടാം കേട്ടോ. ചടക്കേ ആർക്കാ വിളിച്ചിട്ട് സങ്കടം പറയണേ? അതൊന്നുമില്ല സാറേ, അതിൻ്റെ വീട്ടിലൊന്ന് വിളിച്ചായിരുന്നു ഞാൻ ഉച്ചക്ക് നിങ്ങളോട് ദേഷ്യപ്പെട്ടപ്പോൾ നിങ്ങൾക്ക് സങ്കടമായോ? നിങ്ങൾ എല്ലാവരും മുമ്പിൽ വെച്ച് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ നല്ല പ്രയാസമായിപ്പോയി. നിങ്ങളൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ കണ്ടല്ലേ അയാളെ രാവിലെ ഒന്നര ദേഷ്യപ്പെടുന്നത്. ആ സമയത്ത് ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ അയാൾ വലിയ പ്രശ്നമാണ്. അത് ബോസിൻ്റെ അടുത്തെത്തും. ബോസ് എന്നോട് ചീത്ത പറയും, നിങ്ങളെ ചീത്ത പറയും. എന്തിന്? ആ കുക്ക് വരെ ചീത്ത പറയും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇത്രയും പ്രായമായിട്ട് ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നത് എൻ്റെ സാഹചര്യം കൊണ്ടാണ്. നിങ്ങൾക്കൊരു മോളെ കെട്ടിക്കാൻ കൂടിയുണ്ട്, അതാണ്. അബ്ദുള്ളാക്ക, നിങ്ങൾ പറഞ്ഞില്ല ഇപ്പം സാഹചര്യം. ആ സാഹചര്യം തന്നെയാണ് ഞങ്ങളെ ചീത്ത പറഞ്ഞത്. ഞാൻ ആ സമയത്ത് നിങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാവും. എനിക്ക് എൻ്റെ പൊസിഷനും കൂടി നോക്കണ്ടേ. അവിടെ ഞാൻ പ്രായം നോക്കി നിന്ന് കഴിഞ്ഞാൽ അത് നടക്കും. നിങ്ങളൊന്നും വിചാരിക്കണ്ട. നിങ്ങൾ എൻ്റെ കാക്കല്ലേ, പിന്നെന്താ? എന്തായാലും സാരില്ല. നിങ്ങൾ റൂമിക്കല്ലേ, വാ നമുക്കൊന്നിച്ചു പോകാം.